In the previous class, we have discussed some important problem of testing of equality of a mean of population. In this class, we are going to discuss about the remaining one important problem based on equality of a two mean. Problem is this. Write down electric bulbs manufactured of X and Y company gave the following result. X, Y, number of bulb used, first 100, next 100. Mean life in hours, 1300, 1248. Standard deviation 82 and 90. Test whether any significance difference between two mean of the company. Test whether any significance difference between two means of the company. Problem is this. Electric bulb manufacturers of X and Y company gave the following result. X, Y. Number of bulb in X is 100 and Y is 100. Mean life in hours 1300 in X and 1248 in Y. Then standard deviation is 80 in first and second is 93. Test whether any significance difference between a two mean of the company. Test whether any significance difference. In previous class, we study about any difference means alternative hypothesis mu1 not equal to mu2. എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ null hypothesis we taken as mu1 equal to mu2. രണ്ട് മീനിന്റെ ഈക്വാലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ null hypothesis ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ we choose H0 is mu1 equal to mu2. Then H1 is alternative of null hypothesis. അതായത് ഇവിടെ ക്വസ്റ്റിനകത്ത് തരും ടെസ്റ്റ് എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത്, ടെസ്റ്റ് വെദർ എനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ H1 എടുക്കേണ്ടത് mu1 നോട്ട് ഈക്വൽ ടു mu2 എന്നുള്ള ഫോമിലാണ്. ഇനിയിപ്പോ ഇവിടെ എനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് എന്നല്ലാണ്ട് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, സുപ്പീരിയർ, ഇൻഫീരിയർ അങ്ങനെയൊക്കെ ചോദിച്ചാല് ഇത് വരുന്നത് ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. അതായത് രണ്ട് ഭാഗത്തും വരുന്ന ടെസ്റ്റ് ആയിരിക്കും. സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത്
ടു സൈഡിൽ വരുന്ന ടെസ്റ്റ് ആണ് ഈ എനി ഡിഫറൻസ് μ1 നോട്ട് ഈക്വൽ ടു μ2 മീൻസ് then any inferior superior greater than or equal to less than or equal to better than any significance difference any significance is greater than of 2 means അങ്ങനെ ആ ടൈപ്പ് പ്രോബ്ലം ചോദിച്ചാൽ എഴുതാൻ പിന്നെ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് വരിക. അതായത് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ μ1 എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവും. ആ ഒരു കേസിൽ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അതായത് μ1 ഇവിടുത്തെ h1 എന്ന് പറയുന്നത് μ1 ഗ്രേറ്റർ ദാൻ μ2 ഗ്രേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ μ1 ഗ്രേറ്റർ ദാൻ μ2 എന്നാണ് നമ്മൾ h1 എടുക്കേണ്ടത്. ഇനി ലെസ് ദാൻ എന്ന് ചോദിച്ചാൽ h1 എടുക്കേണ്ടത് μ1 ലെസ് ദാൻ μ2 ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് വൺ ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഒരു ഭാഗത്ത് മാത്രമേ അതിന്റെ വാല്യൂ ഉണ്ടോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ തന്നിട്ടുണ്ട്. സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടില്ലെങ്കിൽ 5% ആണ് എടുക്കേണ്ടത്. അപ്പോൾ വൺ ടൈൽഡ് ടെസ്റ്റിന്റെ കേസിൽ ടാബുലാർ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. അപ്പൊ ഇവിടെ വരുന്നത് ശരിക്കും ടു ടൈൽഡ് തന്നെയാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് വൺ ടൈൽഡ് വരുന്ന കേസ് എന്ന് പറയുന്നത് h1 എന്ന് പറയുന്നത് μ1 ഗ്രേറ്റർ ദാൻ μ2 അല്ലെങ്കിൽ μ1 ലെസ് ദാൻ μ2 അല്ലെങ്കിൽ μ1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു μ2 μ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു μ2 ഇങ്ങനെ h1 വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വൺ ടൈൽഡ് ടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനകത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്പീരിയർ ഇൻഫീരിയർ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ വൺ ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ടു ടൈൽഡ് വരുന്നത് എനി സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഇങ്ങനെ ഡിഫറൻസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിഫറൻസ് ആണ്. അപ്പോൾ h1 എന്ന് പറയുന്നത് μ1 നോട്ട് ഈക്വൽ ടു μ2 ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഈക്വാലിറ്റി ഓഫ് മീൻസ് വരുന്ന പ്രോബ്ലംസ് ടെസ്റ്റ് സ്റ്റാറ്റിക് എഴുതി തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ഫോം ചെയ്യാണ്. h0 എന്ന് പറയുന്നത് μ1 ഈക്വൽ ടു μ2 h1 μ1 നോട്ട് ഈക്വൽ ടു μ2. second step is significance level. This problem is not given in significance level, therefore we take significance level 5%. Third step is appropriate test static set equal to given that company first company X mean number of bulbs means sample size, mean of life is sample mean, standard deviation is sample standard deviation. That means x1 bar equal to 1300 and n1 equal to first sample size n1 equal to 100 and first sample standard deviation s1 equal to 82. Similarly, second company B Y has a sample mean x2 bar equal to 1248 and n1 equal to 100 standard deviation s2 equal to n2 equal to 100 and s2 equal to 93. In this problem population standard deviation is unknown case. In population standard deviation unknown ആണ് കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെസ്റ്റ് സ്റ്റാറ്റിക് എന്തായിരുന്നു? ഈക്വാലിറ്റി ഓഫ് എ ടു മീനിന്റെ കേസിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ കേസ് ആണിത്. പ്രോബ്ലത്തിനകത്ത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോട്ട് ഗിവൺ. Therefore we use a formula set equal to എന്തായിരുന്നു ഫോർമുല ടെസ്റ്റ് സ്റ്റാറ്റിക്. ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്, സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് n1 100 ആണ്, n2 100 ആണ്. അപ്പോൾ 13നെക്കാളിയും
large ആണ്. Therefore, this is a large population. Large sample. Size of sample is large. Therefore, we take a test static x1 bar minus x2 bar divided by root of n1 s1 square divided by n1 s1 square divided by s1 square divided by n1. Test static is this. This is a general formula. S1 square divided by n1 plus s2 square divided by n2. Follows standard, normal, 0, 1. Then test static x1 bar is standard mean of first population. The first sample, mean of first sample is 1300 minus second sample is 1248 divided by root of S1 is the sample standard deviation. Sample standard deviation is 82. 82 square divided by number of samples. N1 is number of sample divided by 100 plus S2 square is the standard deviation of a second company, that is 93. 93 square divided by 100, which is equal to 1300 minus this is 52. 52 divided by root of 82 square is 672. For using calculator, we find these values. 93 square is 8649 divided by 100. Using calculator, we given 52 divided by 12.399 equal to 4.19. Test static set equal to 4.19. This is the set value. Then fourth step is significance level. This is a two-tailed test because h1 is mu1 not equal to mu2. Therefore, 5% significance level, we get a tabular value. Two-tailed test in the case 5% significance level ആണെങ്കിൽ tabular value എന്ന് പറയുന്നത് 1.96. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ. 1.96 ആണ്. വൺ ടൈൽഡ് ടെസ്റ്റിന്റെ കേസിൽ ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത് 1.645. 1.645 ആണ്. ഇവിടെ 1.96 ആണ്. അപ്പൊ നമുക്ക് പറയാം ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിക് 4.19. That means tabular value less than calculated value greater than tabular value. Calculated value greater than tabular value ആണെങ്കിൽ accept the hypothesis. അല്ലേ? Calculated value greater than tabular value ആണെങ്കിൽ we accept the hypothesis. That is significance. Two means are difference between them. അതായത് നമ്മൾ h0 means ഈ രണ്ട് മീനും തമ്മിൽ ഒരു സിഗ്നിഫിക്കൻസ് ഡിഫറൻസും ഇല്ല എന്നാണ് ഫസ്റ്റ് h0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പറയുന്നത്.
except the hypothesis H naught means ഈ പിന്നെ രണ്ട് സാമ്പിളിന്റെ ടു മീൻസ് തമ്മിൽ നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. Finally, conclusion, we accept the null hypothesis, that is, no significance difference between two means. Last conclusion, calculated value is 4.19 and tabular value 1.96. That means calculated value greater than tabular value. We accept the hypothesis. That is, we accept H naught. H naught is mu1 equal to mu2. That means two sample mean are same. Yeah. Next is hypothesis testing for proportion. Hypothesis testing for proportion. Testing for proportion. Hypothesis testing for proportion. In previous class, hypothesis testing for single mean, study about this hypothesis testing for single mean and equality of a two mean. Okay. Next, hypothesis testing for the proportion. In two case, equality of a two proportion and equality of a particular value of the proportion. First one, used to compare a population in one group to specified population proportion. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസില് നമ്മൾ മുന്നേ പഠിച്ചത് ഒരു സിംഗിൾ മീനിന്റെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനോ ഒരു മീൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. കഴിഞ്ഞ ഹൈപ്പോത്തിസിസിൽ പഠിച്ചത്, അതായത് സിംഗിൾ മീനും പിന്നെ രണ്ട് പോപ്പുലേഷന്റെ മീൻ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാനും. നെക്സ്റ്റ് പഠിക്കുന്നത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഫോർ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ, ഒരു സ്പെസിഫൈഡ് പ്രപ്പോർഷൻ ആണോ അല്ലയോ നോക്കുന്നതാണ് ഇത് സിംഗിൾ പ്രപ്പോർഷൻ എന്ന് പറയും. നേരത്തെ മ്യൂ ഈക്വൽ ടു 65 ആണോ അല്ലയോ എന്ന് ചോദിച്ച പോലെ ഇവിടെ പി ഈക്വൽ ടു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണോ അല്ലയോ ചോദിക്കുന്നതാണ് ഫസ്റ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഡിഫറെന്റ് പോപ്പുലേഷന്റെ രണ്ട് പ്രപ്പോർഷന്റെ ഈക്വാലിറ്റിയും കൂടി
ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കഴിയും. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇത്. ഇതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് മെത്തേഡൊക്കെ സെയിം തന്നെയാണ് നേരത്തെ ചെയ്തത്. ആദ്യം നൾ ഹൈപ്പോത്തിസിസ്, ഫസ്റ്റ് സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് സിഗ്നിഫിക്കൻസ് ലെവൽ ഫൈൻഡ് ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിക്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് വൺ ടെയിൽ ആണോ ടു ടെയിൽ ആണോ ഫൈൻഡ് ചെയ്യുക, ഫോർത്ത് സ്റ്റെപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിക് എഴുതുക, ഫിഫ്ത്ത് സ്റ്റെപ്പ് ടാബുലാർ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂം കമ്പയർ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു പി മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എൻ. ഇത് സ്മോൾ പി ആണ്, ഇത് ക്യാപിറ്റൽ പി ആണ്. P represent a sample population. P naught represent a hypothesized population proportion. N is the sample size. Small p represent a sample population. Sample population അല്ല, sample proportion ആണ്. Sample population എന്ന് പറയില്ല. P denote a sample proportion. P not denote a hypothesized population proportion. N is the sample size. This means a population proportion a specific proportion or not. Checking. Check whether the population proportion is a specific proportion or not. Problem is this. Write down the problem. On inspection of random sampling. Question. On inspection of random sampling. On inspection of random sampling of 500 hours, 500 items produced by a machine (30 are found to be defective. Does this justify the assumption that the machine is producing 2% defective items
question is this. On inspection of a random sampling of 500 items produced by a machine, 13 are found to be defective. Does this justify the assumption that the machine is producing 2% defective item on an average? ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു റാൻഡം സാമ്പിളിങ്ങിന് 500 ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 500-നകത്ത് നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ അകത്ത് 30 ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് ഡസ് ദിസ് ജസ്റ്റിഫൈ ദി അസംഷൻ ദാറ്റ് മെഷീൻ ഈസ്, അപ്പോൾ ഇനി ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസിനെല്ലാം 2%, അതായത് ഇപ്പം നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്തപ്പോഴാണ് 500 സാമ്പിൾ സെലക്ട് ചെയ്തപ്പോൾ അതിനകത്ത് 30 ഡിഫക്റ്റീവ് ആണ് കിട്ടി. അപ്പൊ ഇനി അങ്ങോട്ട് പറയുന്നത് ആ പോപ്പുലേഷൻ വെച്ച് പറയുന്നത് ഇനി ആ മെഷീൻ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും 2% ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് ചോദിക്കുന്നത്. അത് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാ പറയുന്നത്. ഈ അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ജസ്റ്റിഫൈ ചെയ്യാനാ പറയുന്നത്. അതായത് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനി അങ്ങോട്ട് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു ഐറ്റത്തിനും 2% ഡിഫക്റ്റീവ് ആകും എന്നുള്ള അസംഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറയാ വേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ 2% ഡിഫക്റ്റീവ് പ്രൊഡ്യൂസിങ് എന്ന് പറയുന്ന ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ H0 ആയിട്ട് എടുക്കേണ്ടത് ആ പോപ്പുലേഷന്റെ P = 2% ആണ് എടുക്കേണ്ടത്. അതായത് ആ മെഷീൻ്റെ അകത്ത് 2% ഡിഫക്റ്റീവ് ആണോ എന്നല്ലേ നമ്മളോട് ആ അസംഷൻ ജസ്റ്റിഫൈ ചെയ്യാനാ പറയുന്നത്. അപ്പോൾ എന്താണോ നമുക്ക് എന്താണോ നമ്മളെ അസംഷൻ അതാണ് നമ്മൾ H0 ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്, നൾ ഹൈപ്പോതെസിസ്. അപ്പോൾ ഇവിടെ പ്രപ്പോർഷൻ ആയതുകൊണ്ട് P ആന്ന് ഡിനോട്ട് ചെയ്യാം. സിംഗിൾ അതായത് P = P0 എന്നുള്ള കേസ്. അപ്പൊ P = 2% ആണ്. 2%-നെ നമുക്ക് 0.02 എഴുതാം. ഇനി ഇപ്പൊ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് N = 500 ആണ്, ലാർജ് സാമ്പിൾ ആണ്. P എന്ന് പറയുന്നത് സാമ്പിൾ പോപ്പുലേഷൻ ആണ്. സാമ്പിൾ പോപ്പുലേഷൻ മീൻസ് സാമ്പിൾ പ്രപ്പോർഷൻ ആണ്. സാമ്പിൾ പ്രപ്പോർഷൻ മീൻസ് X/N ആയിരുന്നു. X/N മീൻസ് നമ്പർ ഓഫ് സക്സസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ ആണ്. അതായത് 500 സാമ്പിൾ 500 സാമ്പിൾ ചൂസ് ചെയ്തതിൽ we found 30 are defective. ഓക്കെ, 500 സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തതിൽ 30 ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, പ്രപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ P = X/N ആണ്. X എന്ന് പറയുന്നത് എത്ര എണ്ണം ഡിഫക്റ്റീവ് ആയെന്നുള്ളതാണ്. അപ്പോൾ 30 ആണ്. 30 / 500. അപ്പം ഇവിടുത്തെ ഡിഫക്റ്റീവ് സാമ്പിൾ പ്രപ്പോർഷൻ P എന്ന് പറയുന്നത് 30/500. ആൻഡ് ഇവിടുത്തെ P = P0 ആണ്. P0 is 2%. P0 = 2/2%. That is 2/100. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിക് Z = P - P0 divided by root of P into P0 into 1 - P0 divided by N. That means P is 3/15 minus P0 is 2/100 divided by root of P0 is 2/100 into 1 - 2/100 whole divided by 500, which is equal to, calculate ചെയ്താൽ ഫൈനൽ ആൻസർ
കിട്ടും 0.04 divided by 0.0063 which is equal to 6.35. 6.35. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിക് വാല്യൂ സെറ്റ് ഈക്വൽ ടു 6.35. ടാബുലാർ വാല്യൂ എന്ന് not given in significance level. We take a significance level is 5%. സിഗ്നിഫിക്കൻസ് ലെവല് പ്രോബ്ലത്തിനകത്ത് തന്നില്ലെങ്കിൽ നമ്മൾ 5% ആയിട്ടാണ് ചൂസ് ചെയ്യുക. ടേക്ക് എ സിഗ്നിഫിക്കൻസ് ലെവൽ 5%. 5% സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പോൾ ഇവിടുത്തെ H1 എന്തായിരിക്കും? H1 is H naught is this. The opposite of H1 H naught is H1. That is H1 is P not equal to 2%. That means two-tailed test. In significance level 5% significance level. We take tabular value. Two-tailed test ആണെങ്കിൽ tabular value 1.96 ആണ്. അപ്പം calculated value 6.35 and tabular value 1.96. Calculate value greater than tabular value. Greater ആണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? Calculated value greater than tabular value. Accept the hypothesis. Hypothesis H naught. H naught എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് accept ചെയ്യുന്നു. Tabular value greater than calculated value greater than tabular value ആണെങ്കിൽ എന്തായിരുന്നു? Accept അല്ല, reject ആണ് കേട്ടോ. Reject the hypothesis H naught. That means that is we accept alternating hypothesis. Hypothesis H naught. That is H naught is H1. H1 is P not equal to 2%. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് അപ്പോ ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനി എത്ര ഐറ്റം പ്രൊഡ്യൂസ് ചെയ്താലും ആ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറയുന്നത് 2% അല്ല. ഒന്നുകിൽ 2% കുറയുക അല്ലെങ്കിൽ കൂടാ. കൃത്യമായിട്ട് 2% എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റൂല. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് P നോട്ട് ഈക്വൽ ടു 2% എന്ന് പറഞ്ഞാല്. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് ഹോംവർക്ക് ചെയ്തോട്ടാ. എല്ലാരും ചെയ്തിട്ട് വരണം. എങ്കിലേ മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊന്ന് തിരിയും. എ സാമ്പിൾ ഓഫ് ഹോംവർക്ക് ആണ്. എ സാമ്പിൾ ഓഫ് 120 students is randomly selected from Masalin High School and 21 of them students, they are left-handed. Test the hypothesis less than 22% of the students are
of the students are left-handed by using alpha equal to 0.05 as the level of significance. ഇവിടെ കണ്ടോ, ഇത് ലെഫ്റ്റ് ഹാൻഡ് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ദി ഹൈപ്പോത്തിസിസ് ലെസ് ദാൻ, നോട്ട് ചെയ്യണേ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, സുപ്പീരിയർ, ഇൻഫീരിയർ ആ കേസിൽ വരുമ്പോൾ വൺ ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ടത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്.